ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിച്ച ഒരാൾ വണ്ടിയുമായിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ഇയാൾക്ക് നല്ല നിശ്ചയമില്ല. തൊട്ടു മുമ്പിൽ ഒരു വണ്ടി പോകുന്നത് ശ്രദ്ധിച്ച ഇയാൾ ആ വണ്ടിയുടെ പുറകെ വച്ച് പിടിച്ചു. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ മുന്നിൽ പോയ വണ്ടി ഒരു ചെറിയ വഴിയിലേക്ക് തിരിഞ്ഞ് ഒരു വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. പുറകെ ചെന്ന ഇയാളും ഈ വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങി വന്ന ഒരു മെക്കാനിക്ക് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഈ മുന്നേ വന്ന വണ്ടിയുടെ പുറകെ വന്നതാണ്. പലപ്പോഴും ജീവിതത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഈ രീതിയിൽ മാറപ്പെടുകയാണ് ചെയ്യുക. എന്തുകൊണ്ട് ഇവ അനുഷ്ഠിക്കുന്നു, എന്തുകൊണ്ട് ഇവ ആചരിക്കുന്നു, എന്തിന് ഈ നിയമം എന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ വലിയ ലക്ഷ്യബോധമില്ലാതെ പുറകെ പോകുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതും ഈ രീതിയിലുള്ള ഒരു ആശയവുമായിട്ട് വന്ന ഫരിസയർക്ക് ഈശോ നൽകുന്ന മറുപടിയാണ്. ഫരിസയർ വന്നിട്ട് ഈശോയെ ചോദ്യം ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യർ പൂർവികരുടെ പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുന്നില്ലാത്തത്? എന്തുകൊണ്ടാണ് പല രീതിയിലുള്ള ശുദ്ധീകരണ കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കാത്തത് എന്നായിരുന്നു ചോദ്യം. ഈശോ പെട്ടെന്ന് തന്നെ മറുപടി പറയുകയാണ്, നിങ്ങൾക്കറിയില്ലേ, വായിലേക്ക് പോകുന്നവയെല്ലാം ഒരു മനുഷ്യനെ അശുദ്ധനാക്കുക, മറിച്ച് വായിൽ നിന്ന് പുറപ്പെടുന്ന വചസ്സുകളാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന്. അതിന് കാരണമായിട്ട് ഈശോ പറയുന്നത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുമാണ് വായ സംസാരിക്കുക. അശുദ്ധി നിറഞ്ഞ ഹൃദയമാണ് എങ്കിൽ ആ അശുദ്ധിയുടെ നിറവിൽ നിന്ന് അശുദ്ധമായ വചനങ്ങളും വചസ്സുകളുമായിരിക്കും ഒരു വ്യക്തിയുടെ വായിൽ കൂടി പുറത്തു വരിക. എന്നാൽ ശുദ്ധി നിറഞ്ഞ ഹൃദയമാണ് ഒരു മനുഷ്യൻ്റേത് എങ്കിൽ ആ ഹൃദയ വിശുദ്ധിയിൽ നിന്നും ശുദ്ധമായവയായിരിക്കും, നല്ല വചസ്സുകളായിരിക്കും, നല്ല വചനങ്ങളായിരിക്കും ആ വ്യക്തിയുടെ വായിൽ കൂടി പുറത്തു വരിക. അത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഒരു പരിധിവരെ നിർണയിക്കുന്നതിന് സഹായകമാകുകയും ചെയ്യുന്നു. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും തിരിഞ്ഞു കഴിയുമ്പോൾ അന്ധരെ അനുഗമിക്കുന്ന അന്ധരായി നാം മാറും എന്നാണ് ഈശോ ശിഷ്യരോട് പറയുക. അവരെ വെറുതെ വിട്ടേക്കുക. ഫരിസയരെ കുറിച്ച് പറയുന്നത്, അവരെ വെറുതെ വിട്ടേക്കുക. കാരണം അവർ അന്ധർ നയിക്കുന്നവരാണ്. ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരാൽ എത്രയോ തവണ നയിക്കപ്പെടുവാനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. ദൈവവചസ്സുകൾക്കനുസരിച്ച് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് പകരം പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പല പല കാര്യങ്ങളെ സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവയ്ക്കനുസരിച്ച് നമ്മുടെ വിചാരങ്ങളെയും വചനങ്ങളെയും നമ്മൾ രൂപാന്തരിക്കപ്പെടുത്തി കഴിയുമ്പോൾ ദൈവികതയിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒരു വിശുദ്ധൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈ വിശുദ്ധൻ്റെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ സെമിനാരി പരിശീലന കാലത്ത് തീരെ പഠിക്കുവാനൊന്നും കഴിവില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മുദ്ര കുത്തപ്പെടുകയും അത് കഴിഞ്ഞിട്ട് സെമിനാരിയിലെ റെക്ടറച്ചന് ഇയാൾ
വൈദിക പട്ടത്തിന് യോഗ്യനല്ല, അതുകൊണ്ട് പറഞ്ഞു വിട്ടാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അദ്ദേഹം ബിഷപ്പിനെ ഇൻഫോം ചെയ്യുകയാണ്, ഈ പുള്ളി കൊള്ളുകയല്ല, ഇയാളെ പറഞ്ഞു വിട്ടേക്കാമെന്ന്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, സഭയ്ക്ക് ഒത്തിരി ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള അറിവുള്ള വൈദികരെ മാത്രം പോരാ, മറിച്ച് വിശുദ്ധരായിട്ടുള്ള വൈദികരെയും ആവശ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ജോൺ മരിയ വിയാനിയെ വൈദിക പട്ടത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ബാക്കി സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. വൈദിക പട്ട സ്വീകരണത്തിന് ശേഷം എല്ലാ ദിവസവും മണിക്കൂറുകളോളം കുമ്പസാരക്കൂടിൽ ചെലവഴിക്കുവാനായിട്ട് ജോൺ മരിയ വിയാനി പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഒത്തിരി ആത്മാക്കൾക്ക് നല്ല വചസ്സുകൾ പറഞ്ഞുകൊടുത്ത് വിശുദ്ധിയിലേക്ക് നയിച്ചു. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം. നമ്മുടെ വചസ്സുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് ഉതകുന്നതായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുടെ നിറവിൽ നിന്നും വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.